ഇതിൽ പ്രത്യേകിച്ച് പറയാനുള്ള ഒരു കാര്യം, ഈ മന്ത്രം ജപിക്കുമ്പോൾ നമ്മുടെ ഭാഗത്ത് യാതൊരുവിധ തെറ്റുകളോ കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടായിരിക്കുവാൻ പാടുള്ളതല്ല. ആ അവസരത്തിൽ മാത്രമേ നമ്മൾ ഈ മന്ത്രം മറ്റൊരാൾക്ക് നേരെ പ്രയോഗിക്കാവൂ. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് പോകുന്ന വീടുകളിൽ സ്ത്രീകൾക്ക് നേരെ അവിടെ ഉള്ളവർ അനിഷ്ടം പ്രകടിപ്പിക്കാറുണ്ട്. ആ സമയത്ത് നമ്മുടെ ഭാഗത്ത് തെറ്റുകളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ, നമ്മൾ തെറ്റുകളൊന്നും ചെയ്യുന്നില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ, ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ ആ വ്യക്തിയുടെ പേരും പറയുന്നതിലൂടെ നമുക്ക് ആ വ്യക്തിയെ അനുകൂലമാക്കി തരികയും ആ വ്യക്തി അവരുടെ തെറ്റുകൾ മനസ്സിലാക്കി നമ്മളോട് മാപ്പ് പറയുകയും ചെയ്യുന്നു എന്നൊരവസ്ഥ ഇതിലുണ്ട്. ആയതിനാൽ എല്ലാവരും സൂക്ഷിച്ച് വേണം ഈ മന്ത്രം പ്രയോഗം നടത്താൻ. നമ്മുടെ ഭാഗത്ത് തെറ്റുള്ളപ്പോൾ മറ്റൊരാളെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യുവാൻ പാടുള്ളതല്ല. 100% അത് ആ വ്യക്തിയേക്കാളേറെ നമ്മൾക്കായിരിക്കും അത് ഭരിക്കുക. ഓം നമോ ഭഗവതേ ചെമ്പരത്തി കുറുമ്പേ എള്ളുറഞ്ഞ മനം എണ്ണയലിഞ്ഞ് മനക്കണ്ണിലെണ്ണ ഞാനെന്ന് മനമലിഞ്ഞ് നറുചന്ദനം പോലെ മനമലിഞ്ഞ് പോരിൽ തോറ്റ കോഴിയെപ്പോലെ എന്നടികളിൽ വന്നു കുമ്പിടുക സ്വാഹ. ഈ മന്ത്രം 108 ഉരു ജപിക്കണം.